ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ ഇതിനകത്ത് കാണുന്ന കണക്ക് തന്നെ അഗ്ലോണിമയാണ്. അതും സാധാ ഒരു അഗ്ലോണിമ, അല്ലാതെ ഹൈബ്രിഡോ ഒന്നും അല്ലത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടൈപ്പാണിത്. നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമയാണ്. അപ്പോൾ ഇതിന് ചോട്ടിൽ നിന്ന് ഒരു തൈയായത്, ഇതിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ തൈകൾ പൊട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് മുറിച്ചിട്ട് രണ്ടായിട്ടൊക്കെ നടാം. അപ്പോൾ ചോട്ടിൽ നിന്ന് വേറെ തൈകൾ പൊട്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ഇത് ഇങ്ങനെ തന്നെ നടുകയാണേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി എടുക്കുക. ചട്ടി എടുത്തിട്ട് ഏത് ചെടി നടുമ്പോഴും നമ്മൾ പിന്നെ നല്ല നീർവാർച്ചയുള്ള പോട്ടി മിക്സ് ആയിരിക്കണം, നല്ല ഡ്രെയിനേജ് ഹോളുള്ള ചട്ടി ആയിരിക്കണം. ഓക്കെ, ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണേ. നമ്മൾ ബെഡ്റൂമിലായാലും ഹാളിലായാലും ഏതെങ്കിലുമൊക്കെ കോർണറുകളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ചട്ടിയിൽ നല്ല ഭംഗിയുള്ള ചട്ടികളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ചട്ടി എടുത്തു. നല്ല ഡ്രെയിനേജ് ഹോളുള്ള ചട്ടിയായിരിക്കണം. അതിനകത്തേക്ക് കരിയില ഇട്ട് കൊടുത്തു. എല്ലാ ചെടി നടുമ്പോഴും ഞാൻ കരിയില ഇട്ട് കൊടുക്കാറുണ്ട്. രണ്ട് കാര്യമാണ്: ഒന്ന്, ചട്ടിയുടെ വെയിറ്റ് കുറയും; രണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് കമ്പോസ്റ്റായിട്ട് അതൊരു വളമായിട്ട് മാറും. പിന്നെ നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കി ഇതിങ്ങനെയുള്ള ചെടികളെല്ലാം നടുന്നത് ഞാൻ ഈ ഒരു പോട്ടി മിക്സിലാണ്. കുറച്ച് ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, പിന്നെ മേൽമണ്ണ് കട്ടിയുള്ള മേൽമണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർലൈറ്റൊക്കെ യൂസ് ചെയ്യാം അതിന് പകരമായിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു മേൽമണ്ണുള്ള സ്ഥലമായതുകൊണ്ട് എനിക്ക് വേറെ പെർലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇപ്പം നട്ടിരുന്ന പോട്ടി മിക്സിൽ നിന്ന് കുറച്ച് അതിനകത്ത് ഉണ്ടായിരുന്ന വേരിലൊക്കെ ഉണ്ടായിരുന്ന മണ്ണ് കുറച്ചെടുത്ത് ഞാൻ കളഞ്ഞു. എന്നിട്ട് ഈ ചട്ടിയിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ ഇത് കുറച്ച് പ്രകാശമുള്ള ഭാഗത്ത് വയ്ക്കുന്നത് നല്ലതാണ് ഇൻഡോറായിട്ട് വെക്കുമ്പോൾ. ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് പിന്നെ ഫെർട്ടിലൈസറൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്, ലിക്വിഡായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ അടിയിലിട്ടിരുന്ന കരിയിലുണ്ടല്ലോ, അതൊന്ന് താഴുമ്പോൾ നമുക്ക് മുകളിലിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് വളമുള്ള കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വളം കിട്ടും ചെടിക്ക്. അതൊരു 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമയാണ് ഇത്. വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.